ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിവിടെ അബുദാബിയിലാണ്. അബുദാബിയിലെ ഒരു ഈവനിങ് ടൈമാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അബുദാബിയിൽ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ്. വൈകുന്നേരത്താണെങ്കിലും കുട്ടികൾ കളിക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നല്ല ചൂടാണ്. ഞങ്ങളുടേത് വില്ല ആയതുകൊണ്ട് വൈകുന്നേരത്ത് കുട്ടികളൊക്കെ വില്ലേൻ്റെ മുറ്റത്ത് കളിക്കാറുണ്ട്. അപ്പോൾ മക്കളും അങ്ങോട്ട് ഇറങ്ങും, കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. വൈകുന്നേരം 6 മണിക്ക് ശേഷം ചൂടൊക്കെ ഒന്ന് കുറയും. അപ്പോൾ ആ സമയത്താണ് കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇറങ്ങാറുള്ളത്. ഇന്ന് വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്. അവയെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 days ഒക്കെ കൂടുമ്പോഴാണ് വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ വാട്ടർ പ്ലാന്റ്സ്. ഇതിൽ മണി പ്ലാന്റ് ഉണ്ട്, ഫേൺ ഉണ്ട്, ഫിലോഡെൻഡ്രോണിൻ്റെ ബിർക്കിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. വീട്ടിലുള്ള വലിയൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫ് ഒടിഞ്ഞു പോയപ്പോൾ അതിനെയും കൂടി ഞാൻ എടുത്തിട്ട് വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റും ഫിലോഡെൻഡ്രോണും വെള്ളത്തിൽ മെയിൻ്റനൻസ് തീരെ ആവശ്യമില്ലാത്ത ചെടികളാണ്. വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഈ കട്ടിങ്സ് ഒക്കെ കണ്ടോ? ഇതൊക്കെ ഞാൻ എൻ്റെ വലിയ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ വലിയൊരു മദർ പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ലൈക്ക ബോൾസിൽ ഇട്ട് വെച്ചിട്ട് വേര് പിടിപ്പിച്ചതാണ്. ഇപ്പം നന്നായി വേര് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വാട്ടറിൽ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കട്ട് പീസ് എടുത്തിട്ട് വെള്ളത്തിൽ വെറുതെ ഇട്ട് വെക്കുന്നതിലേറെ നല്ലത് കുറച്ച് ലൈക്ക ബോൾസും കൂടി ഇട്ട് വെച്ചാൽ വേഗം വേര് പിടിക്കും. ഇത് ഒരു അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. അത് ഞാൻ സോയിലാണ് വെച്ചിരുന്നത്. സോയിലിൽ ഒരുപാട് സ്റ്റെം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു സ്റ്റെം എടുത്തിട്ട് വെള്ളത്തിലേക്ക് മാറ്റിയതായിരുന്നു. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് പ്രൊപ്പഗേഷന് വെക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അതിന് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് മാറ്റി അത് വേര് പിടിച്ച് ഒരു 3-4 മാസം കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വേര് വരും. എന്നിട്ട് സോയിലിലേക്ക് മാറ്റിയാലാണ് നന്നായിട്ട് ഉണ്ടാകുക. നമ്മുടെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഗ്ലാസ് ബോട്ടിൽസൊക്കെ നമ്മുടെ ഈ ഗ്രോസറി ഐറ്റംസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിൽസാണ്. വലിയ അലൈൻ്റെ മിൽക്ക് ബോട്ടിലൊക്കെയാണ് ഞാൻ ലക്കി പാമ്പ് ഇടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഗ്ലാസ് ബോട്ടിൽസ് യൂസ് ചെയ്യാം. ഇതിലുള്ള ഈ വലിയ ലക്കി പാമ്പ് ഞാനൊരു 6 മാസം മുമ്പ് വാങ്ങിയതാണ്. അതിന് മുമ്പ് വേറെ ലക്കി പാമ്പ് ഉണ്ടായിരുന്നു. അത് കുറേ കാലം ഒരു 1 year നിന്നിരുന്നു. പിന്നെ ആണ് അത് കേടുവന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ ചെടികളിലും വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളമാക്കി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതിനെ റാക്കുകളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും വെള്ളം മാറ്റുമ്പോൾ അതിന് ലീഫൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ വല്ല പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ നോക്കുക.
ചെറിയ മക്കളെയും വെച്ചിട്ട് ഈ പ്ലാന്റ്സൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ എങ്ങനെ പ്ലാന്റിനെ കെയർ ചെയ്യുന്നു എന്നൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, അവരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം ചെടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടു. അപ്പോഴത്തേന് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടികളിലേക്ക് വന്നത്. കിച്ചണിൽ കയറി ആദ്യം തന്നെ ബേബിക്കുള്ള ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് ഓട്സാണ്. ഓട്സിൽ കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ടിട്ട് വേവിക്കാൻ പോവാണ്. ഓട്സ് നല്ല ഫൈബർ റിച്ച് ഫുഡായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഓട്സ് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വേവിക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. ക്യാരറ്റിൻ്റെ ഒരു 2-3 പീസ് കൂടി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും അവനക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്തു. ബേബിക്ക് ഇപ്പോൾ 7 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 3 നേരം അവനക്ക് സോളിഡ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവൻ്റെ മാത്രം ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അബുദാബി മുസഫയിലുള്ള നെസ്റ്റോയിൽ പോയപ്പോൾ ഒരു ജ്യൂസർ കണ്ടിരുന്നു. അപ്പോൾ വാങ്ങിയ ജ്യൂസറാണിത്. ഇതിൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ അവന് കൊടുക്കാറുള്ളത്. അപ്പോൾ ബേബിയുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവന് കൊടുത്തിട്ടേ ഞാൻ അടുത്ത പരിപാടികളിലേക്ക് നിൽക്കുന്നുള്ളൂ. അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഡിന്നർ പരിപാടികളിലേക്ക് കടന്നത്. ഇന്ന് ചപ്പാത്തിയാണ്. കറി ഉച്ചക്ക് തന്നെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചപ്പാത്തിയുടെ പണികൾ നോക്കി. ബേബി ഉള്ളതുകൊണ്ട് എല്ലാ പണികളും ഒരേ സമയത്ത് നടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനെൻ്റെ സൗകര്യത്തിനനുസരിച്ച് ബേബിനെ ഇക്കാരുടെ മടിയിൽ വെച്ചിട്ടാണ് എല്ലാ പണികളും എടുക്കാറ്. അതിലിടയ്ക്ക് അവൻ കരഞ്ഞാൽ അവിടുന്ന് പോവും വേണം. അപ്പോൾ വേഗം പണികൾ തീർക്കാറുണ്ട്. ഓരോ പണികൾ കഴിയുമ്പോഴും കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തി തോന്നാറില്ല. അതുകൊണ്ട് നീറ്റായിട്ടും ക്ലീനായിട്ടും കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ കിടക്കണമെങ്കിൽ അതെപ്പോഴും ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വാട്ടർ ഒഴിവാക്കുക കൗണ്ടർ ടോപ്പിൽ നിന്ന്. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്. അതാകുമ്പോൾ എല്ലാ പൊടികളും നന്നായിട്ട് പോരും. ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞപ്പോഴത്തേന് മക്കൾ വിശക്കുന്നുണ്ട് എന്ന് വന്നു. അപ്പോൾ വേഗം അവർക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്ത്. അപ്പോഴത്തേന് ബേബി കരയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് ഇരുന്ന് മക്കൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ബേബിനെ അവരുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചത്.
ഇപ്പോൾ ബേബി ഉറങ്ങി. അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാൻ നിന്നു. അപ്പോൾ നല്ല സമയമാണ്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ തിരക്കൊന്നുമില്ലാതെ വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. കിച്ചൺ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടും ക്ലീനായിട്ടും കണ്ടാൽ നമുക്ക് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് തോന്നും. അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു ചെറിയ വ്ളോഗാണ്. അതുമാത്രമല്ല, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ കൂടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.